ഫുട്ബോളിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ 1950 വേൾഡ് കപ്പ് അന്ന് ഫൈനലിലെത്തിയ രണ്ട് ടീം, ഒന്ന് ബ്രസീലും മറ്റൊന്ന് ഉറുഗ്വേയുമാണ്. ബ്രസീലിലായിരുന്നു ആ ഫൈനൽ മത്സരം. 2 ലക്ഷം ആളുകൾ അന്ന് കളി കാണാൻ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ വിഷയത്തിൽ വായിച്ചൊരു ചരിത്രം. ഈ കളിയുടെ റിസൾട്ട് അതിനാൽ ഉണ്ടാകുന്ന നാനോന്മുഖമായ അപകടങ്ങളും അത്യാപത്തുകളും ഭയന്ന് 13 മീറ്റർ വിസ്താരത്തിൽ 1.5 മീറ്റർ ആഴത്തിൽ കുഴിവെട്ടി ഒരു അണ്ടർഗ്രൗണ്ട് തീർത്ത് അതിലായിരുന്നു കളിക്കാരെ കാണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് വായിച്ചത്. അന്ന് 1950 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് അന്ന് ദൃശ്യ മാധ്യമങ്ങൾ സജീവമല്ല. അന്നത്തെ കളികൾ കളിക്കളവും ഗാലറിയും പരിസരങ്ങളും മാത്രമായിരുന്നു. ഇന്ന് കളികൾ കളിക്കളങ്ങളെയും ഗാലറികളെയും പരിസരങ്ങളെയും ഭേദിച്ച് ദിഗന്ധങ്ങളിൽ എന്ന പോലെ ഇതിൻ്റെ സ്വാധീനം അത് ബാധിക്കുകയാണ്. നിഷിദ്ധമായ രീതിയിലാണ് പല കാര്യങ്ങളും, കോപ്രായങ്ങൾ എന്ന് പറയാം, കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അനർത്ഥങ്ങൾ ശ്രവ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയാത്ത വിധം അനർത്ഥങ്ങളാണ് പലരുടേതും. ചിലർ പറ്റേ ബാധ്യതകൾ വിസ്മരിച്ചു. ജുമുഅ ജമാഅത്തുകളിൽ പലരുടെയും സാന്നിധ്യമല്ല. ചിലർക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുത്താൽ തന്നെ ഉണ്ടാകേണ്ട ഒരു ഖുശൂഉം ഭക്തിയില്ല. കാരണം എന്താ? ശരീരം പള്ളിയിലാണെങ്കിലും മനസ്സ് കളിക്കളത്തിലാണ്. ബാധ്യതകൾ വിസ്മരിക്കുന്ന ദുസ്ഥിതി. കളിയാണ്, നിങ്ങളൊന്ന് പോയാണ് എന്നാണ് ഉമ്മാരോട് വരെ പറയുന്നത്. കളീൻ്റെ സമയത്ത് ഉമ്മ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഈ കളി നടക്കണേ കണ്ടില്ലേ, നിങ്ങളൊന്ന് പോയിക്കാണി എന്ന് പറയുന്നിടത്തേക്ക് ബാധ്യതകളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമില്ലായ്മ. പിന്നെ ബന്ധവിച്ഛേദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ടീമിന് പക്ഷം പിടിച്ച് മറ്റൊരു ടീമിൻ്റെ വക്താവ്, അതിനനുസരിച്ചാണ് സ്നേഹപ്രകടനങ്ങളും രോഷപ്രകടനങ്ങളും അടിയും പിടിയും കലാപവും കശാപ്പും. അവിടെ ഒരു ഗോൾ അടിക്കുമ്പോഴത്തിന് അത് പടിഞ്ഞാറിൻ്റെ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ കിഴക്ക് അങ്ങേയറ്റത്താണ് എങ്കിൽ അതിൻ്റെ ഓളം ഇങ്ങ് തെക്ക് പടിഞ്ഞാറ് അല തല്ലുന്ന സ്ഥിതിവിശേഷം. അവിടെ ഒരു ടീം പരാജയപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങേ അറ്റത്ത് അതിനാൽ ആത്മഹത്യ, അതിനാൽ ത്വലാഖ്, അതിനാൽ കലാപം, അതിനാൽ കച്ചറ, എത്രയെത്ര പ്രശ്നങ്ങൾ. ഈ രീതിയിലാണ് വിഷയങ്ങൾ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതിൽ വലിയൊരു പങ്ക് മുസ്ലിം നാമധാരികൾ എന്ന് പറയുമ്പോൾ പന്തയങ്ങൾ, പണച്ചാക്കുകളെ മുന്നിലിട്ടിട്ടാണ് പന്തയങ്ങളും മത്സരങ്ങളും ബെറ്റ് നടക്കുന്നത്. പിന്നെ പലവിധ കോപ്പറേറ്റുകൾ, പുളിച്ചിത്തരങ്ങൾ, ഇതിലൊക്കെയായിട്ടാണ് പലരുടെയും ഈ വിനോദങ്ങളെ ആസ്വദിക്കുന്ന രീതികൾ. ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടൊരു വിശ്വാസിക്കുണ്ടാകേണ്ട ചില വിശ്വാസങ്ങളുണ്ടല്ലോ, വിധിവിശ്വാസം, അതുപോലും പലർക്കും ഇല്ലാത്ത രീതിയിലാണ് പലരുടെയും പ്രവണതകൾ, പ്രവൃത്തികൾ.